ഇന്നലെ അല്പം വയലന്റ് ആയിരുന്നു. അവൻ പറയുന്നത് അവൻ വലിയ തീവ്രവാദിയാണെന്നും ഇവിടെയെല്ലാം ബോംബ് വെച്ച് തകർക്കുമെന്നുമാണ്. ഭയങ്കര ബഹളമാണ്. അവൻ്റേതൊരു പ്രത്യേകതരം കേസാണ്, ഒരു തരം ഡ്യുവൽ പേഴ്സണാലിറ്റി. നമുക്ക് ഇന്ന് തന്നെ അവനൊരു പുതിയ ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. അമൽ അവന്റെ ഭക്ഷണം എടുത്തു വെച്ചോളൂ. നമുക്ക് ഇന്ന് തന്നെ പുതിയ മരുന്ന് കൊടുത്തു തുടങ്ങാം. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ ഭക്ഷണം എടുത്തു വയ്ക്കാം. പിന്നെ സർ, ചോദിക്കുന്നതിൽ വിഷമമൊന്നും തോന്നരുത്. എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും കാണുന്നില്ലല്ലോ. സ്വന്തം മകളായ എന്നെ പോലും തിരിച്ചറിയാനാകാതെ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമല, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എനിക്കല്പം സമയം തരും. മുംബൈ വിമാനത്താവളത്തിൽ അന്നുണ്ടായ സ്ഫോടനത്തിൽ സ്വന്തം ഭാര്യ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടതുകൊണ്ടുള്ള ഷോക്കായിരിക്കാം അദ്ദേഹത്തിന്. അന്ന് അമലയ്ക്ക് സ്വന്തം അമ്മയെയും നഷ്ടപ്പെട്ടു. അച്ഛനിവിടെ ഉള്ളത് കൊണ്ടാണ് അമല ഈ കുറഞ്ഞ ശമ്പളത്തിലും ഇവിടെ നഴ്സായി ജോലി ചെയ്യുന്നത് എന്ന കാര്യവും എനിക്കറിയാം. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എല്ലാം ശരിയാക്കാം. വിശ്വൻ കലാലയ എന്ന ആ വലിയ കവിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ശരി സാർ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പോൾ തന്നെ 37-ാം നമ്പർ റൂമിൽ വലിയ പ്രശ്നമായിരിക്കും. ഈ സ്ഥാപനത്തിന്റെ എല്ലാമാണല്ലോ. അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് സാർ. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണത്? അല്പം മുൻപ് ഡൽഹി NIA ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. NIA? അത് വലിയ തീവ്രവാദ കേസൊക്കെ അന്വേഷിക്കുന്ന ഏജൻസി. അവർക്ക് ഈ മെന്റൽ ഹോസ്പിറ്റൽ നടത്തുന്ന നമ്മളുമായി എന്താണ് ബന്ധം? അറിയില്ല സാർ. സാറിനോട് നേരിട്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അതിനായി അവരുടെ ഒരു സീനിയർ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം വളരെ രഹസ്യമായിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഓ, അപ്പോൾ എന്തോ കാര്യമുണ്ട്. ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ കുറെ കാലമായി വിദേശത്തായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഏതായാലും നമ്മുടെ റെക്കോർഡ്സ് എല്ലാം റെഡിയാക്കി വെച്ചോളൂ. അതെല്ലാം ഓക്കെയാണ് സാർ. എങ്കിൽ അവർ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഞാനിപ്പോ ആ വയലന്റായ പേഷ്യന്റിനെ ഒന്ന് കാണാൻ പോവുകയാണ്. അവൻ്റെ ഇതൊരു പ്രത്യേക തരം കേസാണ്. ഓക്കെ. മിസ്റ്റർ മേനോൻ, ഇന്ന് നമുക്കിവിടെ ഒരു പുതിയ പാചകക്കാരൻ വരുന്നുണ്ട്. നല്ല ഭക്ഷണം നല്ല മരുന്നാണ് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അവനാവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം മേനോൻ കൊടുത്തോളൂ. ശരി സാർ. ഓക്കെ. ഹലോ, അഭയ മെന്റൽ ഹോസ്പിറ്റൽ. യെസ്, പറഞ്ഞോളൂ. ഓഹോ, പുതിയ അഡ്മിഷനാണോ? കൊണ്ടുവന്നോളൂ. ഡോക്ടർ ഇവിടെ തന്നെയുണ്ട്. ശരി, കൊണ്ടുവന്നോളൂ. പിന്നെ സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതിനുള്ളിൽ കൊണ്ടുവരണം. ഓക്കെ, ശരി. ഓക്കെ. താനെന്താണോ എന്നെ ഇങ്ങനെ
ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ലൂസാണോ നോർമലാണോ നോക്കിയതാ. ഭ്രാന്താശുപത്രിയിലാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എടോ, ഞാനിവിടുത്തെ മാനേജരാ. പേരും മാധവ മേനോൻ. മേനോൻ സാറിന് എല്ലാവരും വിളിക്കും. ഇത് കണ്ടോ, എൻ്റെ ഐഡന്റിറ്റി കാർഡ്. ഞാനിവിടെ പുതിയതായി പാചകത്തിന് വന്ന കുക്ക്, പേര് ഗുണശീലൻ. ഇതാ എന്റെ ഐഡന്റി കാർഡ്. KSRTC ക്യാൻറ്റീനിലായിരുന്നു. ഈ കാർഡ് മാത്രമേ ഉള്ളൂ, ശമ്പളം ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു പുതിയതായ ഒരു കുക്ക് വരുമെന്ന്. തനിക്ക് പാചകം ചെയ്ത് പരിചയം വല്ലതും ഉണ്ടോ? ഉണ്ടോന്നോ? ഞങ്ങളെ പരമ്പരാഗതമായിട്ട് പാചക തൊഴിലാളികളായിരുന്നു. എന്റെ അച്ഛൻ സത്യശീലൻ, പേര് കേട്ട തിരുമേനി ഉണ്ടല്ലോ, പുതിയട തിരുമേനി, തിരുമേനിയുടെ വലങ്കയ്യായിരുന്നു. പിന്നെ അച്ഛന്റെ അച്ഛൻ ജ്ഞാനശീലൻ തൃപ്പൂണിത്തുറ കോവിലകത്ത് രാജാവിന് പുട്ടും കടലും ഉണ്ടാക്കി കൊടുത്ത് പട്ടുമ്പളയും മേടിച്ചതാ. പിന്നെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കൊച്ചി മഹാരാജാവിന്റെ അരിവെപ്പുകാരനല്ലേ? അല്ല, ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വാചകം അടിച്ചിരിക്കുന്ന നല്ല വാചകക്കാരനാണെന്നാണ് ഞാൻ കേട്ടേക്കണേ. തന്റെ വാചകോടിയും ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചങ്ങോട്ട് കേട്ടാ മതി. ഇവിടെ ഞങ്ങൾ 40 രോഗികളും. സാറല്ലേ പറഞ്ഞു സാറ് മാനേജരാന്ന്. എടോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 40 രോഗികളും ഞങ്ങൾ സ്റ്റാഫ് അടക്കം 50 പേരുണ്ട്. എല്ലാവർക്കും സമയത്തിനും രുചികരമായും ഭക്ഷണം തയ്യാറാക്കി തരണം. ഇത്രയും പേർക്ക് ഞാൻ ഒറ്റയ്ക്കോ? ഇതിലും ഭേദം ആ KSRTC ക്യാൻറ്റീൻ തന്നെയായിരുന്നു മതിയായിരുന്നു. അവിടെ ആവുമ്പോ ആ പൊറോട്ടയുടെ വലിപ്പം കാണണം. ഇത് ഇത്രയുണ്ട്. ഒരു ഒറ്റക്കല്ല, തനിക്ക് ഞാനൊരു സഹായിയെ തരാം. എന്നാ പിന്നെ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. പിന്നെ സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഭ്രാന്തന്മാർ വയലന്റ് ആവുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടോ? ഉണ്ട്. വയലന്റ് ആവുന്നവർ കുറച്ച് പേര് ഇവിടെയുണ്ട്. അവരിതാ കണ്ടോ, ആ സെല്ലിനകത്താണ്. അവരാരും പുറത്തിറങ്ങി നടക്കാറില്ല. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പേടിയോ ഈ ഗുണശീലിന്? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. സാറേ ഇത് കണ്ട? ഇതെന്താടോ, വരട്ട് ചൊറി വന്ന പാടാണല്ലോ. വരട്ട് ചൊറിയും മട്ടച്ചൊറിയൊന്നുമല്ല, നല്ല ഒന്നാന്തരം മസിൽ, സ്ട്രോങ് മസിൽ. പിന്നെ ഞാൻ അല്പം കളരിയും കരാട്ടയൊക്കെ പഠിച്ചതുകൊണ്ട് 2 or 3 ഭ്രാന്തന്മാരൊക്കെ വന്നാലേ ഞാൻ അവരെ എങ്ങനെയെങ്കിലും ഇടത്ത് മാറി വലത്ത് മാറി എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി അവന്റെ മർമ്മത്ത് കുത്തും. 1-2 സ്റ്റെപ്പ് സാറിന് വേണ്ടി കാണിച്ചു തരാം. ഭ്രാന്താശുപത്രിയാണല്ലോ, സ്വയരക്ഷയ്ക്കെങ്കിലും ഉപകാരപ്പെടും. പിടിച്ചോ. അനങ്ങില്ല. എന്താണോ, തനിക്ക് മരിക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. എന്തായാലും തന്നെ ഇന്ന് ഞാൻ കൊല്ലും. അതെങ്ങനെ വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ തന്റെ കഴുത്ത് കഴിച്ച്, അല്ലെങ്കിൽ തന്റെ തല അടിച്ച് പൊളിച്ച്, അതുമല്ലെങ്കിൽ ആ വയറ് കീറി. അതാ എനിക്കിഷ്ടം. ആ വയറ് കീറി കോട്ടൽമാല വലിച്ചെടുത്ത് അതെന്റെ കഴുത്തിലിട്ട് ഞാനൊരു നൃത്തം ചെയ്യും. ഒരു ചുടല നൃത്തം. അവൻ എന്തായി കാണിക്കുന്നത്? ഇത് ആരാണെന്ന് അറിയാവോ? നമുക്ക് പുതിയതായി വന്ന കുക്ക് ഗുണശീലൻ. അതെ, കുക്ക്. ഹലോ മിസ്റ്റർ കുക്ക്, എന്ന് മനസ്സിലായോ? ഐ ആം പവൻ കുമാർ, സിനി ആൻഡ് സീരിയൽ ആർട്ടിസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. സാറേ, നാളെ എന്റെ പുതിയ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങാം. ഗുണ്ടകളും തെണ്ടികളും. അതിലെ മെയിൻ ഗുണ്ട ആരാ? ഞാനാ. അതൊന്ന് റീൽസിൽ നോക്കിയതല്ലേ? എങ്ങനെ ഉണ്ടായിട്ട് അഭിനയം? സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. ഗുണശീല, ഇവൻ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഗുണ്ടയായിട്ട് വരും, ചിലപ്പോൾ കുഷ്ഠരോഗിയായിട്ട് വരും. താൻ അതൊന്നും കാര്യമാക്കണ്ടോ. പവൻകുമാർ, നാളെ എപ്പോഴാ ഷൂട്ടിങ്? അടുത്തൊരു നോക്കോ എങ്കിൽ ഇപ്പോൾ തന്നെ പോയി റിഹേഴ്സൽ തുടങ്ങിക്കോളൂ. വേഗം ചെല്ലേ. അല്ല മിസ്റ്റർ ഗുണശീലൻ, താൻ
അതെ നാളെ തുടങ്ങാനിരിക്കുന്ന പുതിയ സീരിയലില്ലേ ഗുണ്ടകളും തെണ്ടികളും, അതിലെ തെണ്ടിയായിട്ട് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. എന്ത് ചെയ്യും നോക്കുന്നോ? എന്റെ പൊന്നു സഹോദര, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, പാചകം മാത്രമേ അറിയുള്ളൂ. എന്നെ വിട്ടേക്ക് പ്ലീസ്. ഓക്കെ, താല്പര്യമില്ലേ? വേണ്ട. എന്റെ പൊന്നു സാറേ, ഇത് വല്ലാത്ത ചതിയായി പോയി. ഞാൻ ജീവിതത്തിൽ ഇത്രയും പേടിച്ചിട്ടില്ല. കിളി പോയനാണ് സാറെന്ന് പറയാൻ പാടില്ലായിരുന്നാ? താനല്ലേ പറഞ്ഞത് തനിക്ക് കളരി അറിയാം, കൊൺഫു അറിയാം, അതറിയാം, ഇതറിയാന്ന്. അതല്ലേ ഞാൻ മിണ്ടാതിരുന്നത്. അതറിയാം, പക്ഷേ ഭ്രാന്തന്മാരോട് യുദ്ധം ചെയ്യുന്നതാണ് എന്റെ അച്ഛന്റെ അപ്പൂപ്പൻ രത്നശീലൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടത്. ഞാനേ മാന്യനായ യുദ്ധവീരൻ. എടോ, ഇവിടുത്തെ രോഗികൾ ഇങ്ങനെയൊക്കെയാണ്. ചിലർ നിങ്ങളെ ഭയപ്പെടുത്തും, ചിലർ നിങ്ങളെ ചിരിപ്പിക്കും, ചിലർ നിങ്ങളെ കരയിക്കും.